അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറുദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ധാരാളം സ്ത്രീകളാണ് ചോദിച്ചിട്ടുള്ളത്. കുട്ടികളെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം എന്ന് ചോദിച്ചവർക്കെല്ലാം എനിക്ക് കഴിയുന്ന രീതിയിൽ ധാരാളം ആളുകൾക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാലും അതൊരു വീഡിയോ ആയി ചെയ്താൽ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, ഒരു വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ, വിവാഹം കഴിക്കാത്തൊരു പെണ്ണ് ഒരു ആൺകുട്ടിയെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം ആ സ്ത്രീയുടെ വിവാഹം എളുപ്പത്തിൽ നടക്കുമെന്നാണ്. മാത്രമല്ല, അവൾക്കിഷ്ടപ്പെട്ട, അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ശരീര സൗന്ദര്യവും നല്ല സ്വഭാവശീലവുമുള്ള നല്ലൊരു ഭർത്താവിനെ അവൾക്ക് ലഭിക്കുമെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ഇനി ഒരു വിവാഹം കഴിക്കാത്ത സ്ത്രീ തന്നെ 5 മാസം പ്രായത്തിൽ താഴെയുള്ള ഒരു ആൺകുട്ടിയെ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവളുടെ കല്യാണം എളുപ്പത്തിൽ നടക്കും എന്നും അവളുടെ ഭർത്താവ് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ നല്ല ഉയർച്ചയുള്ള ആളാകുമെന്നും അവൻ്റെ ശരീരത്തേക്കാൾ വലിയ സ്നേഹം അവൾക്ക് കൊടുക്കും എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത്, വിവാഹം കഴിച്ച സ്ത്രീയാണെങ്കിലും വിവാഹം കഴിക്കാത്ത സ്ത്രീയാണെങ്കിലും ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടി കരയുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അവളുടെ ജീവിതത്തിൽ അവൾ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ത്യാഗങ്ങളും പ്രതിസന്ധികളും സഹിക്കേണ്ടി വരും എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ഇനി അടുത്തത്, ഒരു സ്ത്രീ നല്ല സൗന്ദര്യമുള്ള, അവൾക്കിഷ്ടപ്പെട്ട, അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ആൺകുട്ടി, ചെറിയ ആൺകുട്ടി ചിരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ സ്വപ്നം കണ്ട സ്ത്രീയുടെ ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ വന്നു ചേരുമെന്നും ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരുമെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട നല്ല സൗന്ദര്യമുള്ള ഒരു ചെറിയ ആൺകുട്ടി കരയുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ പെണ്ണിന് ധാരാളം ശത്രുക്കളുണ്ടെന്നും ഒരുപാട് അസൂയക്കാർ ഉണ്ട് എന്നുമാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ സ്വപ്നം കണ്ട സ്ത്രീകളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് അസൂയക്കാരുണ്ട്, ഒരുപാട് ചതിയന്മാരുണ്ട്, എപ്പോഴും നിങ്ങളെ അപകടത്തിൽപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കുക ഈ സ്വപ്നം കണ്ട സ്ത്രീകൾ. ഇനി അടുത്തത്, ഒരു സ്ത്രീ, ഒരു ചെറിയ കുട്ടി നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും എല്ലാം നീങ്ങി ജീവിതത്തിൽ ഒരുപാട് ഹൈറുകളും സന്തോഷവും സമാധാനവും ധാരാളം സമ്പത്തും വന്നു ചേരും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത്, സ്ത്രീയോ പുരുഷനോ എന്നില്ല, ആരായാലും ഒരു കുട്ടിയെ വിൽക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഹൈറുകളും നിഅമത്തുകളും മുതലും സമ്പത്തും പണവുമെല്ലാം നഷ്ടപ്പെട്ടു പോകും, ചിലവായി പോകും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത സ്വപ്നം, ഒരു പെണ്ണ്, അവൾ വിവാഹം കഴിഞ്ഞവളാണ്, അവൾ ഒരു ആൺകുട്ടിയെ സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അവൾ എളുപ്പത്തിൽ ഗർഭിണിയാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. മാത്രമല്ല, അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം. ഇനി വിവാഹം കഴിഞ്ഞൊരു പെണ്ണ് കുട്ടിക്ക് മുല കൊടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരുപാട് കാലം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ വന്നു ചേരുമെന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ആൺകുഞ്ഞിനെ ഏതെങ്കിലും സ്ത്രീകൾ സ്വപ്നം കണ്ടാൽ അവർക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരും, ധാരാളം അനുഗ്രഹങ്ങൾ വന്നു ചേരും,
അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും വരില്ല എന്നൊക്കെയാണ് ഒരുപാട് മഹാന്മാർ അതിനെക്കൊണ്ട് പറയുന്നത്. ഇനി അടുത്തത്, ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു ആൺകുഞ്ഞിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് പെണ്ണായിരിക്കും എന്നാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം. ഈ ഒരു സ്വപ്നം നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ സ്ത്രീകൾക്ക് ഗർഭമുണ്ടെങ്കിൽ അവർ ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നതായിട്ട് സ്വപ്നം കാണും. എന്നാൽ അവർ പിന്നീട് പ്രസവിക്കുന്നതോ പെൺകുഞ്ഞായിരിക്കും. ആൺകുഞ്ഞിനെ സ്വപ്നം കാണുമ്പോൾ നാമൊക്കെ കരുതും ഉറപ്പായിട്ടും ആൺകുഞ്ഞ് തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ പ്രസവിക്കുമ്പോൾ അത് പെൺകുഞ്ഞായിരിക്കും. അപ്പോൾ അതാണ് ഈ സ്വപ്നത്തിൻ്റെ സ്വപ്നവ്യാഖ്യാനം. ഇനി അടുത്തത്, ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു ചെറിയ കുട്ടി പുഞ്ചിരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവളുടെ ഗർഭത്തിലുള്ള കുട്ടി നല്ല ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും വയറ്റിൽ കഴിയുന്നു എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു ആൺകുഞ്ഞ് മുല കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അവനിക്ക് പെട്ടെന്ന് വിവാഹം ശരിയാകും, വിവാഹം പെട്ടെന്ന് നടക്കും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു പുരുഷൻ, അത് വിവാഹം കഴിച്ച ആളായാലും വിവാഹം കഴിക്കാത്ത ആളായാലും, ഒരു കുഞ്ഞ് മുല കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അവൻ്റെ ജോലിയിലും അവൻ്റെ ബിസിനസ്സിലും അവൻ്റെ സാമ്പത്തികമായിട്ട് ഉയരാനുള്ള എല്ലാ മാർഗങ്ങളിലും അവനിക്ക് വലിയ വിജയമുണ്ടാവുകയും അവൻ്റെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് വന്നു ചേരുകയും അവൻ വലിയ പണക്കാരനായി തീരും എന്നാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത്, ഒരു പുരുഷൻ മറ്റുള്ളവരിൽ നിന്നും ഒരു കുഞ്ഞിനെ വാങ്ങുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു ചേരുമെന്നാണ് ഇതിൻ്റെ സ്വപ്നവ്യാഖ്യാനം. ഇനി ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ ധാരാളം കുഞ്ഞുങ്ങളെ സ്വപ്നം കണ്ടാൽ, ചെറിയ കുട്ടികളെ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം സ്വാലിഹായ സന്താനങ്ങളെ നൽകും എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അതിൽ ആൺകുട്ടികൾ ജനിക്കാം, പെൺകുട്ടികൾ ജനിക്കാം, സ്വാലിഹായ സന്താനങ്ങളായിരിക്കും ജനിക്കുക. ഇനി ആരെങ്കിലും ഒരാൾ ധാരാളം കുഞ്ഞുങ്ങളെ സ്വപ്നം കണ്ടു, എന്നാൽ ആ കുഞ്ഞുങ്ങൾ വൃത്തിഹീനമായ വസ്ത്രങ്ങളാണ് ധരിച്ചതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഭാവിയിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുമെന്നാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. മാത്രമല്ല, ഈ വൃത്തിഹീനമായ വസ്ത്രം ധരിച്ച ധാരാളം കുട്ടികൾ കരയുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും വന്നു ചേരും എന്നാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം. ഇനി ആരെങ്കിലും ഒരാൾ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ ധാരാളം ഹൈറുകൾ വാരിക്കോരി കൊടുക്കും എന്നാണ്. അതായത് ധാരാളം സമ്പത്തും ഭൂമിയും ഒക്കെ ലഭിക്കുമെന്നാണ് ആ സ്വപ്നം കൊണ്ടുള്ള വ്യാഖ്യാനം. ഇനി ആരെങ്കിലും ഒരാൾ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവന് ഒരുപാട് സ്ഥാനമാനങ്ങൾ വന്നു ചേരുമെന്നും ആളുകളുടെ സ്നേഹം വലിയ രീതിയിൽ ലഭിക്കുമെന്നും അവൻ്റെ ജോലിയിലും അവൻ്റെ ബിസിനസ്സിലുമൊക്കെ വലിയ ഉയർച്ച ഉണ്ടാവുകയും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച വന്നു ചേരുകയും എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ആരെങ്കിലും ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അവരുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല. അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുട്ടികളെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനമെന്ന് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. ഞാൻ ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും
നല്ല നല്ല അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.